മുമ്പ് ഞാൻ ഗപ്പികളെ വളർത്തിയിരുന്നത് ഒരു 23 ഇഞ്ച് ചെടിച്ചട്ടിയിൽ വെള്ളം നിറച്ചിട്ട് അതിൽ പൂഴിയും ആമ്പലും ഹൈഡ്രലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് മാറ്റി ഇപ്പോൾ അടുത്ത ദിവസം മാറ്റി. ആ കുഞ്ഞുങ്ങളെ കണ്ട ഒരു ഗപ്പി, വലിയ ഗപ്പി അതിനെ ഓടിക്കുന്നതും കണ്ടില്ലേ. ഇതിപ്പോൾ ഇങ്ങോട്ട് മാറ്റിയപ്പോൾ ആണ് കുഞ്ഞുങ്ങളുള്ളത് കണ്ടത് തന്നെ. മറ്റേത് ആമ്പലിൻ്റെ അടിയിലൊക്കെ ഒളിച്ചിരിക്കുകയായിരുന്നു തോന്നുന്നുണ്ട്, ഒന്നും കണ്ടില്ല. അപ്പോൾ മാറ്റുന്ന സമയത്ത് അതാ കണ്ടില്ലേ, ഒരു കുഞ്ഞിനെയും കൂടെ കണ്ടില്ലേ. കുഞ്ഞിനെ കാണുമ്പോൾ ഉള്ള പ്രശ്നം മറ്റ് മീനുകൾ അകത്താക്കുമോ എന്നുള്ളൊരു പേടി എപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് കുറേ ചെടികൾ, പ്ലാസ്റ്റിക് ചെടികളൊക്കെ ഇട്ട് കൊടുത്തത്, ഒളിച്ചിരിക്കാൻ സ്ഥലം ഉണ്ടായിക്കോട്ടെ. പിന്നെ വെള്ളാരം കല്ലും കളറുള്ള കല്ലുകളൊക്കെ ഉണ്ട്, അതിൻ്റെ ഇടയിലൊക്കെ ഒളിക്കാനുള്ള സാഹചര്യമുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് വലിയ മത്സ്യങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റില്ല. ഗപ്പിക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാരൻ്റൽ കെയർ ഇല്ല. അതാ ഒരു കുഞ്ഞു മത്സ്യം അതാവണം നടക്കണ, അതാ പോണു ഒരു നീന്തിക്കൊണ്ടിരിക്കണം, അതിൻ്റെ ഫോളോ ചെയ്യാം നമുക്ക്. ചിലപ്പോൾ ഇതിലിപ്പോൾ ഗപ്പികൾ മാത്രമേ ഉള്ളൂ. മാത്രമല്ല ഇപ്പോൾ ഫീമെയിൽ ഗപ്പികൾ മാത്രമേ വലുതുള്ളൂ. മെയിൽ ഗപ്പികളൊക്കെ ഇങ്ങോട്ട് മാറ്റിയപ്പോൾ എന്തോ പിടിച്ചെടുത്തപ്പോൾ നെറ്റിൽ കുടുങ്ങിയിട്ടോ എന്തോ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും എല്ലാം സ്ഥലം വിട്ടു. അപ്പോൾ മെയിൽ ഗപ്പികളുണ്ടെങ്കിലാണ് കൂടുതൽ റിസ്ക് എന്ന് എനിക്ക് തോന്നുന്നത് കുഞ്ഞുങ്ങൾക്ക്. പക്ഷേ മാറ്റിയപ്പോൾ 10-15 ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. അന്ന് മെയിൽ ഗപ്പികൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ 5-6 കുഞ്ഞുങ്ങളെ കാണുന്നുള്ളൂ. ഇനിയിപ്പോൾ വെള്ളാരം കല്ലുകളുടെ ഇടയിലോ ചെടിയുടെ ഇടയിലോ ഒളിച്ചിരുന്നിട്ട് കാണാത്തതാണെന്നറിയില്ല. ഇനിയും കുറച്ചും കൂടെ കുഞ്ഞുങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട്. ഗപ്പികളൊക്കെ ലൈവ് ബെയറേഴ്സാണ്, മുട്ടയിട്ടിട്ടല്ല കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നത്. കുഞ്ഞുങ്ങളെ നേരിട്ട് ജന്മം നൽകുക ചെയ്യുന്നത്. അപ്പോൾ ഈ ഫീമെയിൽസൊക്കെ കണ്ടിട്ട് കുറച്ചും കൂടെ കുഞ്ഞുങ്ങളുണ്ടാവും തോന്നുന്നുണ്ട്. അപ്പോൾ നിരീക്ഷിച്ചിരിക്കാൻ നല്ല രസമായി ഈ കുഞ്ഞുങ്ങൾ ഓടി രക്ഷപ്പെടുന്നതൊക്കെ.